ഹായ്. കീർത്തീശ്വരൻ രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമാണ് ഡ്യൂഡ്. മൈത്രി മൂവീസ് മേക്കേഴ്സ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ ശരത് കുമാർ, ഹൃദു ഹാരോൺ, രോഹിണി, ഐശ്വര്യ ശർമ്മ, നേഹ ഷെട്ടി എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ കീർത്തീശ്വരന്റെ ആദ്യ സംവിധാന സംരംഭവും അതേപോലെ മൈത്രിയുടെ രണ്ടാമത്തെ തമിഴ് നിർമ്മാണവുമാണ് ഈ സിനിമ. അതുപോലെ പ്രദീപിന്റെ 4ാമത്തെ സിനിമ കൂടിയാണ് കേട്ടോ ഈ ഡ്യൂഡ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സംഗീതം സായി അദ്യാങ്കറും, അതേപോലെ ഛായാഗ്രഹണം നികിത് ബൊമ്മിയും, പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഭരത് വിക്രമനും നിർവഹിച്ചിരിക്കുന്നു. ഇനി ഈ സിനിമയെ കുറിച്ച് പറയാം. എങ്ങനെയുണ്ട് ഈ സിനിമ? ഇത് ഒരുവിധം ആൾക്കാരൊക്കെ രണ്ട് തരം കമന്റ്സുകളാണ്, അല്ലെങ്കിൽ രണ്ട് തരം ഒരു സംഭവമാണ് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്നലെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്തിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ പ്രദീപ് ആണെങ്കിലും നമിത ആണെങ്കിലും ശരത് കുമാർ ഇവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരത് കുമാറൊക്കെ ഭയങ്കര ഒരു ഗംഭീര മനുഷ്യനാണ്. അങ്ങേരെ കയ്യിൽ നിന്നൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാലൊക്കെ അപൂർവമാണ്. പക്ഷെ അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കഥ നമ്മള് എന്താ പറയാ, കല്യാണരാമൻ സിനിമയില് ഇന്നസെന്റ് പറഞ്ഞ പോലെ നിന്റെ ഭാര്യനെ മറ്റവന് കുട്ടി കൊടുക്കൂലടാ തെണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനുണ്ട്. അതുപോലുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമ. പക്ഷെ അത് എടുത്തുള്ളത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ഭാഗങ്ങളിൽ കുറച്ച് ഇമോഷൻസും പിന്നെ കുറച്ച് കോമഡി എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു മൂവി തന്നെയാണ് കേട്ടോ ഡ്യൂഡ് എന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കാരണം കൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്. ഇനി ഇതിന്റെ കഥ എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ പ്രദീപും നമിത ഇവിടെയൊക്കെ ഒരു ഡ്യൂഡ് എന്ന് പറയുന്ന ചെറിയൊരു ഒരു കമ്പനി ഉണ്ട്. അതായത് എല്ലാവർക്കും സർപ്രൈസ് ഒക്കെ കൊടുക്കുന്ന ഒരു സംഭവമാണ് അവരെ ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവന്, അതായത് നമ്മുടെ പ്രദീപിന് നമ്മുടെ നമിത ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. അതായത് എന്നെ എൻഗേജ് ചെയ്യാൻ, അതായത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സർപ്രൈസ് കൊടുക്കുന്നു. പക്ഷെ ആ ഒരു സർപ്രൈസിന്റെ സമയത്ത് ഇവൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എനിക്കത് ഫ്രണ്ടായിട്ടാണ് നിന്നെ കാണാൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ നമിത ഓൾറെഡി ഇവന്റെ മാമന്റെ മകളാണ്. അതായത് ഇവരൊക്കെ ഒരു ഫാമിലിയാണ്. മാമൻ എന്ന് പറഞ്ഞാല് ഒരു അവിടുത്തെ മന്ത്രി കൂടിയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അത് മന്ത്രിയായിട്ട് അഭിനയിച്ചുള്ളത് നമ്മുടെ ശരത് കുമാറാണ് കേട്ടോ. ശരത് കുമാറിന്റെ മകളുമാണ് നമിത. അങ്ങനെ ആ ഒരു സീനിൽ ഇവൻ റിജക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവള് ബാംഗ്ലൂർ പോകുന്നു. ബാംഗ്ലൂർ പോയതിനു ശേഷമാണ് ഇവനക്ക് മനസ്സിലാവുന്നത് ഇവളോട് എനിക്കൊരു ഇഷ്ടമുണ്ടെന്നുള്ളത്. അങ്ങനെ ഈ ഒരു ഇഷ്ടം നമ്മുടെ നമിതയുടെ അച്ഛൻ ശരത് കുമാറിനോട് പറയുന്നുണ്ട്. അങ്ങനെ ശരത് കുമാർ ബാക്കി എല്ലാ പരിപാടീസും സെറ്റാക്കുന്നു. അതായത് ഒരു എൻഗേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടീസും സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ഇവളെ ആ ഒരു എൻഗേജ്മെന്റിന്റെ അന്ന് ഇവളെ കാണാൻ വേണ്ടിയിട്ട് പ്രദീപ് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പിന്നെ ഈ പടത്തിന്റെ മുന്നോട്ട് പോകുന്ന കഥ. അതായത് ഇവള് ഈ പോയ സമയം കൊണ്ട് തന്നെ അവിടുന്ന് വേറൊരു പയ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു പയ്യനായിട്ടുള്ള വിവാഹമാണ് അവൾക്ക് പറ്റുള്ളൂ എന്നൊക്കെ നമ്മുടെ പ്രദീപിനോട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവന്റെ കാര്യമാണ്, ആയിട്ടുള്ള പരിപാടീസ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു അതായത് ഇവളുടെ ആ ഒരു പ്രണയം സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവൻക്ക് അവളോട് പ്രണയമില്ല എന്നൊക്കെ പറഞ്ഞ് നടിക്കുകയും ഇവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ഫസ്റ്റ് ടൈം ആ എൻഗേജ്മെന്റ് നടത്തും, അത് കഴിഞ്ഞതിന് ശേഷം വിവാഹം കഴിക്കും, അതിനുശേഷം ഇവൾ ഗർഭിണിയാവുന്നുണ്ട്. പക്ഷെ അത് പ്രദീപിൽ നിന്നല്ല, അവളുടെ കാമുകനിൽ നിന്നും ഗർഭിണിയാവുന്നുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് ആ ഒരു സമയത്ത് ആ കോമഡി സീക്വൻസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവന്റെ കുറച്ച് ഇമോഷൻ സീനുകളൊക്കെ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അതായത് ഈ ഒരു സംഭവം ഇവന്റെ അച്ഛൻ, അതായത് നമ്മുടെ നമിതയുടെ അച്ഛനോട് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇമോഷണൽ സീനിലൂടെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങേരെ അപ്പോഴാണ് ആ ഒരു ഇമോഷനിൽ നിന്നും ഒരു ഗൗരവമേറിയ കഥാപാത്രമായിട്ട് വരുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ച് കളി കൂടുതലുള്ള ഒരു സംഭവമാണെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പടത്തിന്റെ കഥ വളരെ സിമ്പിളാണ്, പക്ഷെ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതായത് ഇവൾക്ക് വേണ്ടി ഇവൻ ത്യാഗം ചെയ്യുകയാണ്. അതായത് നമ്മുടെ പ്രദീപ് ത്യാഗം ചെയ്യുകയാണ് ഈ നമിതക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു പ്രണയം സക്സസ് ആവാനും കൂടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിലൊരു ജാതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് ജാതിയിലൊന്നും ഒരു കാര്യമല്ല, മനുഷ്യത്വമാണ്, അല്ലെങ്കിൽ പുതിയ ജനറേഷനിലുള്ള കാര്യങ്ങളൊക്കെ സക്സസ് ആവണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫ് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇമ്പാക്ട് ഈ പടത്തിൽ ഇട്ട് തരുന്നുണ്ട്. അത് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് അത് കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം ലാസ്റ്റ് സീനിലാണ് അങ്ങനെ പറയുന്നത്. കാരണം നമ്മുടെ ശരത് കുമാർ ഇവരുടെ ഒരു പ്രണയത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എല്ലാം പണം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയൊന്നുള്ളതിന് കുഴപ്പമില്ല, പക്ഷെ ജാതി എന്നൊരു പറയുന്ന ഒരു സീന്
ആ പടത്തിലും ചെറിയ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം തട്ടിമറിക്കുന്ന ഒരു രീതിയിലാണ് ഈ പടം എൻഡ് ഓഫ് ലാസ്റ്റോട്ട് അവസാനിക്കുന്നത്. അങ്ങനെ ഒരുവിധം അതായത് നമ്മുടെ നമിതയുടെ എല്ലാ കാര്യങ്ങളും സക്സസ് ആവുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ച് പുറത്തോട്ട് പറഞ്ഞു വിടാൻ പോകുന്നു. അപ്പൊ പറഞ്ഞു വിടാൻ പോകുന്ന സമയത്ത് ഇവന് ഒരു പ്രണയമില്ല, ആകെ എന്താ പറയാ ഇമോഷണലി ഡൗൺ ആവും എന്നുള്ള ഒരു ചിന്ത കാരണം കൊണ്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ പോകുന്നില്ല, ഞാൻ പോവുകയാണെങ്കിൽ നിന്റെ കൂടി ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവനക്ക് വേണ്ടി ഇവരെല്ലാരും കൂടിയിട്ട് പിന്നെ എന്താ കല്യാണ ആലോചന നടത്തുന്നുണ്ട്. പക്ഷെ അതിലിടയ്ക്ക് ഡൈവോഴ്സും കാര്യങ്ങളും, ചെറിയ രീതിയിലുള്ള ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഈ കൊച്ചിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരത് കുമാർ നോക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഇമോഷണലി കുഴപ്പമില്ലാത്ത രീതിയിൽ പടം എടുത്ത് അവസാനിപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ചില സീനുകൾ നമുക്ക് ഓക്കെയാണ്, ചില സീനുകൾ നമുക്ക് കുറച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും അതൊന്നും നമ്മൾ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതൊന്നും തോന്നിയില്ല. ഞാൻ അത്യാവശ്യം നല്ലോണം എൻജോയ് ചെയ്തിരുന്നൊരു സിനിമ, അതായത് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമ തന്നെയാണ് ഡ്യൂഡ്. അങ്ങനെ ഈ ഒരു വിഷയങ്ങൾക്ക് ശേഷം എല്ലാം അവസാനിപ്പിച്ച്, അതായത് ഒരു ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പടത്തിന്റെ എൻഡ് ഓഫ് ലാസ്റ്റ് ഇവന്റെ ഒരു കല്യാണം വേണമല്ലോ. ഇവനൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവൻ വർക്ക് ചെയ്യുന്ന ഡ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പനിയുള്ള ആ ഒരു പെങ്കൊച്ചിനെ വന്നിട്ട് വീണ്ടും പ്രപ്പോസ് ചെയ്യുന്നു. ആ പെങ്കൊച്ചിനെ ഇവൻ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ പടം അവസാനിപ്പിക്കുന്നത്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു എൻഡിങ്ങിലൂടെ തന്നെയാണ് ഈ സിനിമ അവസാനിച്ചതും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ചിലവര് പറയുന്നുണ്ട് വളരെ മോശമായിട്ടൊരു സിനിമയെ കാണാനൊന്നും കൊള്ളത്തില്ല എന്നൊന്നും പറയുന്നത്. പക്ഷെ ഇതിന്റെ പാട്ടും നല്ല രസമാണ് കേട്ടോ. പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല അടിപൊളി പാട്ടുകളാണ്. പിന്നെ ഇതിന്റെ എഡിറ്റിങ്ങും മേക്കിങ്ങും എല്ലാ കാര്യങ്ങളും, പിന്നെ അഭിനയിച്ചിട്ടും എല്ലാവരും അടിപൊളിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒരു വട്ടം കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ഡ്യൂഡ് എന്നുള്ളത്. കണ്ടവരെന്തായാലും എനിക്ക് കമന്റ് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.